അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഉൾക്കൊണ്ട ഈ ഒരു ദീൻ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഈമാനിൻ്റെ ഒരു തേട്ടമാണ്. കാരണം ആളുകളൊക്കെ വഴിതെറ്റി പോകുന്നല്ലോ, ഈ ശരി കണ്ടുപിടിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു ഈമാനികമായി പരലോകത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ നമുക്കൊരു പ്രചോദനം ഉണ്ടായിരിക്കും. നമ്മൾ അല്പം ആലോചിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ധാരാളം വഴികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഏഹ് നമ്മുടെ ഒരാൾ നമ്മുടെ വീട് ഹൗസ് വാമിങ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, എല്ലാ ആളുകളെയും വിളിച്ചു, ഒരേ സമയത്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഒരു പ്രത്യേകിച്ച് ഗിഫ്റ്റും കാര്യമൊന്നും കൊണ്ടുവരണ്ട, ഒരേ സമയത്ത് വരാൻ. ഒരേ സമയത്ത് വന്നിട്ട് എന്ത് ചെയ്തു, അവർക്ക് നല്ലൊരു ഉപദേശം, നല്ലൊരു കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നല്ലൊരു ഉപദേശം കൊടുത്ത് എന്ത് ചെയ്തു, അവർക്കൊരു ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ ധൂണി പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ക്ലാസ്സും കൂടി ഉണ്ട് ഒരു സന്തോഷത്തിന്. നമ്മളെ വീടിൻ്റെ ഒന്നാമത്തെ ദിവസം എന്ത് ചെയ്യാം, ആളുകൾക്കൊക്കെ ഒരു ഉത്ബോധനം കൊടുത്ത് ഒരു നല്ല നന്മക്ക് സാക്ഷിയായിക്കൊണ്ട് ആവട്ടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എന്താണ്, ആളുകൾ അത് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യം. എവിടെയും ഉത്ബോധനം ചെയ്യാമെന്നാണല്ലോ, ആളുകൾ കൂടുന്നിടത്തൊക്കെ നമുക്ക് ഉത്ബോധിപ്പിക്കാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്പം ചിന്തിച്ചാലെല്ലാം ഉപയോഗം. ഞാനൊരു യാത്രക്കിടയിൽ ഒരു പള്ളീൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ആ പള്ളീന് മുഴുവനും പീസ് റേഡിയോയുടെ പരസ്യങ്ങളാണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ്. അപ്പോൾ അതിൻ്റെ പ്രവേശിക്കണമെങ്കിൽ പീസ് റേഡിയോ കാണാത്ത ഒരാൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ആലോചിച്ച് ഒരാളത് ഡൗൺലോഡ് ചെയ്താൽ ഉണ്ടാകുന്നത് മഹാവിപ്ലവമല്ലേ. അയാൾ 24 മണിക്കൂറും ദീനിൻ്റെ കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് യുക്തിപരമായി നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബങ്ങളൊക്കെ പാടെ ഒരുമിച്ച് ഒരു സംഗമം നമ്മൾ വെച്ചു. അപ്പോൾ ആ സംഗമത്തിൽ നല്ല 2 ക്ലാസ്സൊക്കെ കൊടുത്താൽ നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ എന്ത് ചെയ്യാൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റൂലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വളരെ യുക്തിപൂർവ്വം ഇത്, ഇപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കുന്നു സ്വന്തമായിട്ട്, അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ആകർഷകമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു പറ്റും. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആയത്തിൻ്റെ അർത്ഥം എഴുതി ഒട്ടിക്കുന്നു. അപ്പോൾ അത് ആൾക്കാർ എന്ത് ചെയ്യുന്നു, കാണാൻ ഇടയാവുന്നു, ആളുകളിൽ അതിൻ്റെ ബോധമുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ശരിയായി ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, ഹിക്മത്തോടു കൂടിയും അതേപോലെ തന്നെ നല്ല സതുപദേശത്തോടു കൂടിയും ആളുകളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ക്ഷണം നമുക്ക് നടത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അത്തരം അവസരങ്ങളെയും സന്ദർഭങ്ങളെയും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ്. ചിലപ്പോൾ നമുക്ക് നന്നായിട്ടുള്ള ചില ലഘു കുറിപ്പുകൾ എഴുതാൻ കഴിയുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് വോയിസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണോ നമുക്ക് ഈ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക, അതിലെ സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മൾ നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും. അത്തരം നന്മകളെ പ്രചരിപ്പിക്കുവാനും അതുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.